അമ്മേ ഈ കളർ ഇവിടെ കൊണ്ടുവരണം. അപ്പൊ ഇതെല്ലാം നീലയാവും. എങ്ങനെ കൊണ്ടുവരും? അറിയത്തില്ലേ? ഞാൻ കാണിച്ചു. ഇങ്ങനെ കറക്കണം, പിന്നെ ഇങ്ങോട്ട് ഇറക്കണം, പിന്നെ ഇങ്ങോട്ട് ഇറക്കണം. കണ്ടോ നീല കണ്ടോ? കണ്ടോ എന്നിട്ട് ആമി മോളെ നോക്കെന്താ വേണ്ടത്? ഇതിന്റെ കളറെല്ലാം ഒരേപോലെ ആക്കണം. അങ്കിളിനോട് പറഞ്ഞാ പോരെ? മിനിറ്റിന് നിറം മാറുന്ന ഈ ഓന്തിനോട് പറഞ്ഞാൽ അതൊക്കെ നടക്കുവോ? ഇയാളെ ആരിപ്പം ഇങ്ങോട്ട് ക്ഷണിച്ചത്? വലിഞ്ഞേറി വന്നോളൂ. വെള്ള കുപ്പായിട്ടുണ്ട് സീപ്രാവരെ. ഈ തറവാട്ടിലോട്ട് എന്നെ ആരും ക്ഷണിക്കണ്ട കേട്ടാ. ഞാൻ ഈ തറവാട്ടില് ഇവിടുത്തെ ഒരു അംഗത്തെ പോലെയാണ്. അല്ല നിന്നെ പോലെ വലിഞ്ഞു കയറി പഴങ്കഥയും പറഞ്ഞ് പഴങ്കഞ്ഞിയും കുടിച്ച് നടക്കുന്ന ആളല്ല ഞാൻ. പഴങ്കഞ്ഞി കുടിച്ച് നടക്കുന്ന ഇയാളെ കണ്ടോ? ഇവിടെ ഈ വീടുണ്ട്, ഈ ചന്ദ്രഹാസൻ തറവാട് ഉണ്ടാക്കിയതേ എന്റെ അച്ഛന്റെ സഹായത്തോടു കൂടിയാ. എന്നിട്ട് ഞാൻ ഇതുവരെ ഒരു പങ്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എന്താ കാരണം അറിയാമോ? ഈ വീടിനോട് എനിക്ക് സ്നേഹമുണ്ട്, അല്ല തന്നെ പോലൊന്നും അല്ല. എന്റെ സ്നേഹമൊന്നും പറയണ്ട. നീ ഒറ്റ ഒരുത്തനാണ് ആ പ്രതീക്ഷ മോനെ കൊണ്ടുവരുന്നത് കുരുക്കി ചാടിച്ചത്. ഇയാളെ കണ്ടോ ഞാൻ കൊണ്ടുപോയി കുരുക്കി കണ്ടോണ്ടിരിക്കണ്ട. നീ ഇനി ഒന്നും പറയണ്ട. ഒന്ന് നിർത്താവോ? രണ്ടുപേരും കൂടെ ഇതിന്റെ കാര്യം പറഞ്ഞിന് വഴക്ക് കൂടണ്ട. അത് ഞാൻ ഒറ്റയ്ക്ക് ശരിയാക്കിക്കോളാം. കഷ്ടം, കൊച്ചു വരെ പുച്ഛിച്ചിട്ട് പോയി. എടാ എന്നെ മാത്രമല്ല നിന്നെ കൂടെ തന്നെ അത് പുച്ഛിച്ചത്. അല്ലേ പുച്ഛിച്ചൊന്നുമില്ല, പുച്ഛിച്ചാൽ കണ്ടോ? അതിനെ കൂടെ വഴിതെറ്റിക്കാനാ കൊച്ചിനെ കൂടെ. എവിടേക്ക് ഓടി പോകണം? അപ്പുറത്ത് അലുവമത്തക്കരും ഒരുക്കി വെച്ചിരിക്കുന്നത് തിന്നാൻ പോകുന്നു. പിന്നെന്താ നീ പോവാത്തത്? എനിക്ക് വേണ്ടാത്തതുണ്ട്. എക്സസൈസ് ചെയ്യാനാണെങ്കിൽ അവന് ഗ്രൗണ്ടിൽ പോയി ചെയ്താൽ പോരെ. ഇവിടെ കിടന്ന് ഓടണത്തിന് ഒരു കാര്യം ചെയ്യും. ഇയാളും കൂടെ അവന്റെ പിറകെ ഓടും. എന്നിട്ട് അവനോട് ചോദ്യം എന്താണ് നീ ഓടിയെന്ന്. അങ്ങനെയെങ്കിൽ ഈ ശരീരം ഒന്ന് അനം കിട്ടും. എടാ നീ ഒറ്റ ഒരുത്തം കാരണമാണ് ആ ചെറുക്ക ഇപ്പൊ ഈ നെട്ടോട്ട് ഓടണത് കേട്ടാ. നെട്ടോട്ട് ഓടട്ട് അവന്റെ സമാധാനം പോയി കിടക്കണ ചെറുക്ക. സമാധാനം പോയി കിടക്കണം. ഇയാൾ വന്നതെങ്കിൽ സമാധാനം വാങ്ങിച്ചോണ്ട് അവന്റെ പോക്കറ്റ് വെച്ച് കൊടു. ഡയലോടിക്കാൻ വരുന്ന കിടന്നു. നീ ഒറ്റ ഒരുത്തം കാരണം ഈ കുടുംബത്തിന്റെ സമാധാനം പോയേക്കാണ്. ആ പോട്ട്. അയ്യോ നീ അറിയല്ലേ ഇവിടെ ആളുണ്ട്. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ ഒരിപ്പുണ്ടെന്ന്. നീ എന്തിനാണ് അവിടെ പോയിരിക്കണേ? അതെ ഞാനിപ്പോ അങ്ങോട്ട് വന്നാൽ ശരിയാവത്തില്ല. അപ്പൊ ഇവിടെ ഇരിക്കാന്ന് വെച്ച്. എടാ ചെക്ക അവിടെ പാമ്പിനെ കണ്ടാൽ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നേ. എടാ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന, പോയി കഴിക്ക്. അല്ല അങ്ങോട്ട് വരുന്നതിന് നല്ലതേ ഇവിടെ പാമ്പ് കടിയേറ്റ് കിടക്കുന്നതാന്ന് തോന്നി, അതുകൊണ്ട് ഇവിടെ ഇരുന്നേ. ഈ ചെക്കന് എന്ത് പറ്റി? മാറണമുണ്ടല്ലോ, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് അവിടെ കാത്തിരിക്കുക എനിക്ക് വേണ്ടിട്ട്. അവക്കെന്തിനാണ് നിന്റെ ബ്രേക്ക്ഫാസ്റ്റ്? അവളുടെ അമ്മ എന്താണ്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കണ ഞാൻ കണ്ടാണല്ലോ രാവിലെ. ഏട്ടത്തി ഇത് അവക്ക് കഴിക്കാനല്ല, പിന്നെ വാരിത്തരാനാന്ന്. ആർക്ക് വാരിത്തരാൻ? എനിക്ക് വാരിത്തരണമെന്ന്. എനിക്കല്ലേ ഏട്ടത്തി. അവളുടെ അടുത്തേ അവളുടെ ഏതൊരു ഫ്രണ്ട് പറഞ്ഞെന്ന് ഇപ്പൊ ഭർത്താക്കന്മാർക്ക് വാരി കൊടുക്കുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി കാത്തിരിക്കുക അവള്. ഞാൻ അങ്ങോട്ട് വരത്തില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. പാമ്പ് കടി ഞാൻ ചത്തോട്ടെ. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ആ സൈഡിലെ ഡോർ എങ്ങാനും തുറന്നിടാം. നീ അതിലൂടെ കേറിയിട്ട് മുകളിലെങ്ങാനും പോയിരിക്കും. ആ പെണ്ണിന്റെ കണ്ണിപ്പെടാണ്ട് നോക്കിക്കോ. എന്തായാലും കൊള്ളാം. മാറിന്നെ വാരി നല്ല രസമായിരിക്കും അല്ലേ? നീ എന്തായാലും അങ്ങോട്ട് ഇപ്പൊ തന്നെ തുറന്നിടാവോ ഡോറ്? തുറന്നിടാന്ന് സൈഡിലത്തെ. ആ എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ് തുറന്നിട്ട് വന്നാ മതി. അവരെവിടെ ഉള്ളതെന്ന് നോക്കട്ടെ ആദ്യം. മക്കളെ അണ്ണനെ കണ്ടിരുന്നാ? മരത്തിരിക്കുന്ന അണ്ണനോ? അയ്യോ ആ അണ്ണനല്ല, എന്റെ അണ്ണൻ പ്രതീക്ഷനെ കണ്ടായിരുന്നാ? ഞാനൊന്നും കണ്ടില്ലേ. ആന്റിക്ക് ഇതൊക്കെ ശരിയാക്കി തരാൻ പറ്റുമോ? എന്റെ അമ്മ അവിടെ എവിടെയെങ്കിലും കാണും, അമ്പരെ കൊണ്ടുകൊടുത്തത് അമ്മ ശരിയാക്കി തരും. അയ്യോ ആന്റിയോ, ഇതിനേക്കാളും നല്ലത് വക്കീലങ്ങളും ഓന്തങ്ങളുവാ. ഞാൻ പോണേ. കട്ടിന്റെ അടിയിൽ വിളിച്ചിരിക്കാണല്ലേ. കാണാനില്ലല്ലോ. നീ എന്താ ഇവിടെ കാണിക്കുന്നേ? എന്ത് വൈദ്യ അടി കിടന്ന് തപ്പുന്നേ? ഞാനേ അണ്ണനെ നോക്കി നടന്നത്. അണ്ണൻ ഇവിടെ ഒന്നും കാണാനില്ല, അതുകൊണ്ട് അണ്ണ ഒന്നും തിന്നിട്ടില്ല. ഓ നിന്റെ അണ്ണൻ തിന്നുന്നത് കട്ടിലിന്റെ കീഴിൽ ഇരുന്നിട്ടാ? എന്തോ താടി നിനക്ക്? അണ്ണനെ അപ്പുറമൊക്കെ നോക്കി, പക്ഷെ കാണാനില്ല. എവിടെ കണ്ടായിരുന്ന? ആ എന്നാ ഒരു കാര്യം ചെയ്യ്, നിന്റെ അണ്ണൻ നിന്റെ ഇടയ്ക്ക് രക്ഷപ്പെട്ട് എങ്ങോട്ടെങ്കിലും ഓടിക്കാണും. നീ ഒരു കാര്യം ചെയ്യ്, ഇത് കൊണ്ടത് നിന്റെ അമ്മയുടെ കൊടുക്ക്, അവര് തിന്നോളും. അയ്യോ അമ്മ തിന്ന് രാവിലെ. അമ്മ ബാക്കി വന്ന 2 കുറ്റി പുട്ടുണ്ടായിരുന്നല്ലേ, അതും തിന്നു അമ്മ. അതൊന്നും സാരമില്ല, ഇത് കൂടെ അകത്തോട്ട് ചെന്നോളും. ചെല്ല് കൊണ്ട് കൊടുക്കേ. ഇത് ഞാൻ എന്റെ അണ്ണനെ കൊണ്ടുവന്നു, അണ്ണനെ ഞാൻ കൊടുക്കുള്ളൂ. അയ്യോ നീ ആർക്കോ കൊണ്ടുപോയി കൊടുക്ക്, രാവിലെ തുടങ്ങിക്കോളൂ കൊണ്ട് ശല്യം ചെയ്യാൻ. ഞാൻ എന്താ ശല്യം ചെയ്തത്?
എടി കൊച്ചെ നിന്റെ അണ്ണൻ ഇവിടെ ഇല്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ആ ഇത് ഇറങ്ങിപ്പോ. എന്നാൽ എനിക്ക് അണ്ണൻ എവിടെ പോയി കാണും? ഓ, വടക്കേ പുറത്ത് കാണുമായിരിക്കും അല്ലേ? ഏത് പുറത്താന്ന് എനിക്ക് അറിയാൻ വയ്യ. നീ ഇറങ്ങി പറമ്പ് മുഴുവൻ ഒരു 2-3 പ്രാവശ്യം നടന്നു നോക്ക് പോ. അണ്ണനെ ചിലപ്പോ ഒളിച്ച് കളിക്കുന്നതായിരിക്കും. അപ്പൊ പോയി നോക്കാവേ കേട്ടാ. എന്റെ പൊന്നു കൊച്ചെ നീ ഒന്ന് ഇറങ്ങി പോയാ. ഞാൻ പൊക്കോളാം. അപ്പോ ചുമ്മാതാണോ ആ തന്ത ഇങ്ങനെ 24 മണിക്കൂറും കുടിച്ച് നടക്കുന്നത്? ഇതല്ലേ സന്താനം? അങ്കിളെ അങ്കിൾ എന്താ ആലോചിക്കുന്നത്? നിന്റെ അനിയൻ പ്രതീക്ഷ ഉണ്ടല്ലോ, വെടികൊണ്ട പന്നിയെപ്പോലെ ഇങ്ങനെ അങ്ങോട്ട് ഓടണുണ്ട്. അപ്പൊ എന്തിനു ഓടിയെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ആ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. ഇന്ന് രാവിലെ അവൻ എന്റെ റൂമിൽ വന്നിരുന്നു. ഞാൻ ബാത്റൂമിലായിരുന്നു. കിടന്ന തട്ടലോടെ തട്ടല്. എനിക്ക് ഇറങ്ങിയതാ പെട്ടെന്ന് ഞാൻ അതിന്റെ അകത്ത് കയറി ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. കുറെ തട്ടല് കാരണം ശല്യം സഹിച്ച് ഞാൻ ഇറങ്ങി വന്ന് നോക്കിയപ്പോ അവനെ കാണാം. പാവത്തിന്റെ സമതല പോയി തെറ്റി കിടക്കുകയാണ്. ഈ ഇച്ചിരി സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ട് ബാത്റൂമിലെങ്കിലും കയറി ഇരുന്നാലോ എന്ന് ആലോചിച്ചിട്ടുണ്ടാവും. നീയായിട്ട് അതിന് സമ്മതിച്ചില്ലല്ലോ. ആ ഓട്ടോണോ ഓടിയത്. എന്തിന് രണ്ടുപേരും കൂടി ഭയങ്കര ഗൂഢാലോചന? നമുക്കും കൂടി കേൾക്കാൻ പറ്റിയത് തന്നെ. ഞങ്ങളൊരു കഥ പറയായിരുന്നു. ഓ കഥയാ? എന്നാ നമ്മളോട് കൂടി പറ, നമ്മൾ കൂടി കേക്കട്ടെ. അത് പിന്നെ നമ്മുടെ പ്രതീക്ഷയില്ലേ? പ്രതീക്ഷനെ പോലെ സമതല തെറ്റി ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. സമതല തെറ്റി ഇങ്ങനെ വീടിന് ചുറ്റും കിടന്ന് ഓടണ കഥ. ഓ എന്നിട്ട് കഥയുടെ അവസാനം എന്തിന്? അവസാനം ഒന്നുമില്ല. ആ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്ന കുറെ എണ്ണത്തിന് സമതല തെറ്റി ആ പ്രതീക്ഷ എന്ന ചെറുപ്പക്കാരനെ, പ്രതീക്ഷനെ പോലുള്ള ആ ചെറുപ്പക്കാരൻ ഒലക്കൊണ്ട് തലക്കടിച്ച് കൊല്ലും. അത് തന്നെ. ആ ഇതെന്തൊരു കഥ? ഇതിനേക്കാളും നല്ലൊരു കഥ എന്റെ കയ്യിലുണ്ട്, അത് പറയട്ടാ. എന്നാ പറയ്. ആ ഈ പ്രതീക്ഷനെ പോലെയുള്ള ചെറുപ്പക്കാരനില്ലേ, അവന് താടകനെ പോലൊരു അമ്മ, പൊട്ടനായ ഒരു ചേട്ടൻ, വിവരം അടുത്ത കൂടി പോലും പോവാത്തൊരു വക്കീല്. ഈ 3 പേരെയും കൊണ്ട് ഈ ചെറുക്കൻ വലഞ്ഞു കേട്ടാ, വലഞ്ഞ് അവസാനം അവനൊരു കാര്യം തീരുമാനിച്ച് അവരുടെ വലിയ വീടിന്റെ മുമ്പിൽ വലിയ കിണറങ്ങ് കുത്തി ജീവനോടെ ഈ 3നെയും പിടിച്ച് അതിനകത്തോട്ട് ഇട്ടിട്ട് മൂടിയിട്ട് ഒരു തെങ്ങും വെച്ച് ആ തെങ്ങ് കായ്ച്ചിട്ട് അവൻ ചമ്മന്തി ഉണ്ടാക്കി തിന്ന്. കൊള്ളാവോ കഥ? അത് കൊള്ളാം. നോക്കി നമ്മളെ കുറിച്ചാണ് പറയണത് കഥയില്. അത്ര നല്ല കഥയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ വേറെ ഉണ്ട്. ആ വിവരമില്ലാത്ത വക്കീലിനെ തലക്കടിച്ച് കൊന്നുന്നുണ്ട്. അങ്ങനെ ആക്കട്ടാ. പ്രശോഭനെ ഓഫീസിൽ പോണ വഴിക്ക് എന്നെ ഇറക്കി. എന്റെ വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കണം. അവിടെ നിന്ന് വണ്ടി എടുക്കണം. പോന്ന് ആരെ പറ്റിക്കാൻ പോന്നു? പോയി വക്കീലേ. നീ എന്തിനു വേണ്ടേ കറങ്ങി നടക്കണത്? ഞാനേട്ടാ അമ്മ, എന്താ നല്ല കാറ്റമ്മ, അങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കാണാന്ന് വിചാരിച്ചു. അത് നീ പാത്രം കൊണ്ട് എവിടെ പോണു? അത് എനിക്ക് വിശക്കുമ്പോ തിന്നാൻ വേണ്ടിട്ട്. ഇനി വന്നാണ് നീ എന്തൊരു നീ എന്തൊരു നിന്റെ തീരുമാനം എന്തൊരു? എന്തൊരു എനിക്കൊന്നും മനസ്സിലാവണില്ല. വേണേ നിന്റെ കിറുക്ക് സ്വഭാവം ഇന്നത്തോടു കൂടി നിർത്തിക്കോണം. അല്ലെങ്കിൽ നിനക്ക് എന്തോ തകരാറുണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ വിചാരം. ഇതും കൂടി ആകുമ്പോ എല്ലാത്തിനും തീരുമാനമാകും. അമ്മ എന്തിനാ ഞങ്ങളുടെ ഇങ്ങനെ വഴക്കുറത്? നമ്മൾ കോളനി താമസിച്ച പാവ ഇങ്ങനെ പറയൂലല്ലോ. അപ്പുറത്ത് വന്നവരൊക്കെ നോക്കട്ട് കോളനി പോലെയാണോ അടിയുടെ? ഇവിടെ എന്ത് 2 കൊമ്പുണ്ടാ? ഇതേ പെണ്ണ, അവിടെ നീയും ഞാനും നിന്റെ അപ്പനും മാത്രമേ ഉള്ളു കാണാൻ. ഇവിടെ അങ്ങനെയാണാ? ഇവിടെ എന്തൊരു ഇവിടെ നിന്റെ കേറിപ്പോയാണ് എന്തൊരു കേറിപ്പോണേ അല്ലേ? ഇവിടെ ഇതെന്തോന്ന്? ഇവിടെ എന്തിനു ഇതിന് മാത്രം കാണാന്? 4 വണ്ട് പോയത് എങ്ങും കൊറേ കാക്കി. ഈ അണ്ണ എവിടെ പോയി കിടക്കണ്? ഒളിച്ചു കളിക്ക കൊച്ചു കള്ളൻ. ഇന്ന് ഇതില് ഞാൻ തീറ്റിപ്പിക്കും. എന്തേ പാടത്തും പറമ്പിലും ഒന്നും നിന്റെ അണ്ണനെ കണ്ടു കിട്ടിയില്ലേ? ഇവിടെയൊക്കെ നോക്കി അണ്ണനെ കാണാനില്ലോ. അതാ ഞാൻ പറഞ്ഞത്, അവനെ നിന്റെ അടുക്കേന്ന് മുങ്ങി എങ്ങാണ്ടോ ഓടിയതാ. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ അടുത്തുള്ള ടൗണിലോ സിറ്റിയിലോ ഒക്കെ പോയി ഒന്ന് കറങ്ങി നിന്റെ അണ്ണനെ കിട്ടുമോ നോക്ക്. കാണുമായിരിക്കും അവിടെയൊക്കെ? ആ കാണുമായിരിക്കും. വേഗം ചെല്ല്. കൊള്ളാലോ മൈനി. ഓ അപ്പൊ മൈനിയാണ് എന്റെ പെണ്ണിന് ഈ പറമ്പ് മുഴുവനിട്ട് ഓട്ടിച്ചതല്ലേ? കണ്ണിച്ചോരണ്ട മൈനി നിങ്ങക്ക് ഈ നട്ടപ്രവയിലത്ത് എന്റെ ഓച്ചിനിട്ട് ഓട്ടിക്കാൻ. അടുത്ത ഇപ്പൊ ടൗണിലോട്ട് പറഞ്ഞു വിടാൻ പോണല്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടോണ്ട് നിന്റെ മോൾ എന്തിനാ ഇങ്ങനെ തുള്ളാൻ നിൽക്കുന്നത്? ദേ കുറച്ചു നേരത്തെ മുമ്പ് എന്റെ മുറി വന്ന് ആ കട്ടിലിന്റെ അടിയിലൊക്കെ കിടന്ന് പരതുന്ന കണ്ടു. അവിടെ അണ്ണൻ അതിന്റെ കീഴിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. നേരാണോ അണ്ണേ?
നീ മൈനിയുടെ മുറി പോയാ? പോയി. എന്തിന്? എന്റെ അണ്ണനെ നോക്കി പോയത്. അണ്ണ ഒന്നും തിന്നിട്ടില്ല അമ്മ. അല്ലെങ്കിൽ തന്നെ അവളൊന്ന് മൈനിയുടെ മുറി കയറുന്ന വെച്ചപ്പോ എന്തിനു കുഴപ്പം? അവള് മൈനിയുടെ മരുമോളല്ലേ? മയ്യയുടെ മരുമോളല്ലേ അവള്? അയ്യടാ, കള്ളവണ്ടി കയറി വന്നവൾ എങ്ങനെയാ തള്ളേ മരുമോളാവുന്നത്? ഛേ, അയ്യോ, എന്റെ മരുമോളെന്നൊക്കെ പറയുമ്പം അതിനൊരു നിലയും വിലയ്ക്കും. ഒരു 10-100 ഫോറിൻ വണ്ടികൾ ഇങ്ങനെ ചെറവറ അത് വരുമ്പോൾ അതിലൊരു വണ്ടിക്കകത്തുനിന്ന് എൻ്റെ മോനും നല്ല സുന്ദരിയായ ഒരു പെണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്നും പറഞ്ഞ് വിചാരിച്ച് നോക്കിയിരിക്കുമ്പോഴേ ഇവളെൻ്റെ മോനെ കൊണ്ട് ഓട്ടോ കയറി വന്നത്. ഓ, ഓട്ടോയ്ക്ക് എന്തിനു കുഴപ്പം? എന്തിനു കുഴപ്പം? എന്തിനു കുഴപ്പം? ഓട്ടോയ്ക്ക് കുഴപ്പമൊന്നുമില്ല. മൈനി, ഞങ്ങൾക്ക് ഇതൊന്നും പറയാൻ താല്പര്യമില്ല. ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്. ഞങ്ങൾ കുറെ പറഞ്ഞാണ്. ഞങ്ങൾക്കൊരു നിലയും വിലയുണ്ട്. അത് വിട്ട് കളയാൻ ഞങ്ങൾ തയ്യാറല്ല. മക്കളെ, നീ പോയി, നീ താഴേക്ക് പോയിക്കോ. പിന്നെ മൈനി എവിടെയെങ്കിലും പോകാൻ പറഞ്ഞാൽ മക്കള് പോവില്ലേ? അമ്മേനോട് വന്ന് പറയണം. എന്നാൽ അതിനൊരു ബെസ്റ്റ് വഴിയുണ്ട്. ഇവൾ എവിടെങ്കിലും പോകുമ്പോഴേ ഇവിടെ പുറത്തൊരു GPS പറഞ്ഞൊരു സാധനമുണ്ട്. അതൊന്ന് വെച്ച് കെട്ടിക്കൊടുക്ക്. ഓരോ മിനിറ്റും അവൾ എവിടൊക്കെ പോകുന്നു എന്നുള്ളത് അപ്പൊ അറിയാൻ പറ്റും അമ്മയ്ക്ക്. എന്നാ ഞാൻ വേറൊരു കാര്യം പറയാം. ആ പറഞ്ഞ സാധനം നിങ്ങളുടെ മോന്റെ മേത്തൊന്ന് കടുപ്പിച്ചു നോക്കും. ഞങ്ങളുടെ വീട്ടിൽ മതിൽ ചാടിയ പോലെ അവന് ഏതൊക്കെ വീട്ടിൽ ചാടും എന്നുള്ളത് മൈനിക്ക് അന്നേരം അറിയാം. അയ്യോ, നിങ്ങളെ പോലുള്ള വീട്ടുകാരുടെ വീട്ടിന്റെ പൂട്ടക്കളൊന്നും ഇനി എന്റെ മോൻ ചാടാൻ പോകുന്നില്ലേ ഭഗവാനേ. ഓ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നുള്ളു. മനസ്സിലായോ? ഞങ്ങളുടെ വീട്ടിൽ ചാടി ചൂടുവെള്ളത്തിൽ നീ പോ. ഞാൻ എന്റെ അണ്ണനെ കൊണ്ട് കൊടുത്തിട്ട് വരാമേ. നീ എവിടെ കൊണ്ട് പോകാൻ പോണ്ടി? ഞാൻ കൊടുക്കും. നീ കൊടുക്കോ? പിന്നെ ഇതൊക്കെ ശരിയാക്കത്തില്ലോ. റൂബിക്സ് ക്യൂബോ? ചെറിയച്ഛൻ്റെ ലൈഫ് ആദ്യം ഒന്ന് സെറ്റിൽ ചെയ്യട്ടെ മോളെ. പിന്നെ എപ്പോഴും ഞാൻ ശരിയാക്കി തരാം കേട്ടോ. അതെ, ഇന്നൊന്നേ അവിടെ നിന്ന് നോക്കി ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റുമോ? നല്ലോണം കാണും. ആണല്ലേ? മോള് നോക്കൂ. പ്രതീക്ഷ. എടാ ഞാനാ. ചേട്ടൻ തന്നെയായിരുന്നോ? ആ, ഇങ്ങോട്ട് വരുന്ന ആരും കണ്ടായിരുന്നോ? നീ ഇതാദ്യം കഴിച്ചേ. അല്ല, കണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നത്. പെണ്ണ് കണ്ട്, പക്ഷെ ഇങ്ങോട്ടാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞൂടല്ലോ. അപ്പൊ കുഴപ്പമില്ല. ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങി വരണണ്ടപ്പോ അവള് ചോദിച്ചു ഇതും കൊണ്ട് എങ്ങോട്ടാന്ന്. ആണോ? ഞാൻ പറഞ്ഞു പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പോവാന്ന്. എടാ, നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളിങ്ങോട്ട് കയറി വരൂലേ? എന്നാലും പട്ടി എന്നൊക്കെ പറയുമ്പോ ഞാൻ പിന്നെ എന്ത് പറയാനാ. എടാ, അങ്ങനെ പറഞ്ഞ ഇവിടെ അങ്ങോട്ട് കയറി വരില്ല. അതുകൊണ്ടല്ലേ. അങ്ങനെയാണ് കുഴപ്പമില്ല. അമ്മോ ഫീൽ ചെയ്യാതിരുന്ന് കഴിക്കും. പിന്നെ ആമി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആമിയോ? എന്തിന്? അവളുടെ റൂബിക്സ് ക്യൂബ് ഒന്ന് കറക്റ്റ് കൊടുക്കാമെന്ന് ചോദിച്ചു. എന്നിട്ട് നീ കറക്റ്റ് ചെയ്ത് കൊടുത്താ? എവിടെ, എനിക്കാണുള്ള മൂഡിലാണ്. എടാ, അവള് നിന്നെ കണ്ടാ? ഇപ്പൊ കണ്ടല്ലോ. അപ്പൊ പുറത്തോട്ട് പോയില്ലേ? എന്റെ പൊന്നോ, പണി പാളി. എന്താ? എടാ, അവളും തമ്മിൽ ഭയങ്കര കൂട്ടാണ്. അതിന് അവളൊന്ന് പറഞ്ഞു കൊടുക്കൂലേ നീ ഇതിന്റെ അകത്ത് ഇരിക്കണ്ടെന്ന്? അയ്യോ, അങ്ങനെ പറയൂ? പിന്നെ പറയാണ്ട്. അവക്കാണെങ്കിൽ ആ അച്ഛന്റെ അതേ സ്വഭാവം തന്നെയാ. അവൾ എന്തായാലും പറഞ്ഞു കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യും? തന്നെ ഇരുന്ന് ആലോചിച്ചോ. എന്തായാലും നീ കഴിക്ക്, വയറ് നിറച്ച് കഴിക്ക് കേട്ടാ. ഞാൻ പോയി അവളുടെ കണ്ണിപ്പെടാതെ നോക്കട്ടെ. കഴിച്ചിട്ട് ഇവിടെ എങ്ങനെ ഒളിച്ചിരുന്നോ വേഗം കേട്ടാ. ആ, പോകുമ്പോഴേ ആ കറവ് നിറച്ചേക്കണേ. ഈ അണ്ണ എവിടെ പോയി കിടക്കണമെന്ന് തോ. ഹായ് അമ്മി. ഹായ്. നമുക്ക് ആരും ഇത് ശരിയാക്കി തന്നില്ലേ? ഇല്ല, ആന്റി ചെറിയച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തില്ലേ? ചെറിയ ചോളിച്ചു അടക്കയില്ലേ, പിന്നെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാൻ? ആന്റി ഇത് ശരിയാക്കി തരാണെങ്കിൽ ഞാൻ ചെറിയച്ഛനെ കണ്ടുപിടിച്ച് തരാം. തന്നെ ആമി പറഞ്ഞു തന്നാ ഇത് ഞാൻ ശരിയാക്കി തരാം. എവിടെ? ആമി, നിനക്ക് സ്കൂളിൽ പോണ്ടേ? എന്തിനാണ് ഇവളോടെ വർത്താനം പറഞ്ഞോണ്ട് നിക്കണേ? വർത്താനം എന്റെ കൊച്ചിനെ കൂടെ വഴി തെറ്റിക്കാൻ നോക്കിയാണ്ടല്ലോ. നീ വന്നേ. മോളി വിളിച്ചിരിക്കുകയായിരുന്നല്ലേ? ഇവിടെ കൊള്ളാം. ഇപ്പൊ തന്നെ ശരിയാക്കി.
ആ കറക്റ്റ് ടൈമിൽ നീ വന്നേ. നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് പോണം. എന്ത് കഴിക്കാൻ? കഴിക്കാനോ? നീ എന്ത് ചോദ്യമോ ചോദിക്കുന്നേ? ഇവിടെ കഴിക്കാനൊന്നുമില്ല. എടാ അങ്ങനെ പറയാൻ പറ്റത്തൊന്നുമില്ല, എനിക്ക് ഭയങ്കര വിശക്കുന്നു. നീ നല്ല രീതി കുത്തി കെറ്റിയല്ലേ? എടാ ഞാൻ നല്ല രീതിയിൽ കുത്തിക്കെറ്റിട്ടൊന്നും ഇല്ല. എടാ ചേട്ടത്തി അമ്മ എനിക്ക് എന്തൊക്കെ കഴിക്കാൻ കൊടുത്തു, അത് ഞാൻ കഴിച്ചു. സുരഭി ഉണ്ടല്ലോ, അവൾ എന്നെ തപ്പി നടക്ക, എന്നെ വാരി തന്നിട്ട് അവൾ അടങ്ങത്തുള്ളൂ പറഞ്ഞിട്ട്. നമുക്ക് എത്ര പെട്ടെന്ന് ഇവിടുന്ന് പോണം, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്ക് വരുത്തുന്നിട്ട്? എനിക്ക് അതിനാണ് നീ ഇവിടെ കിടന്ന് ഓടിയത്. എടാ വാ പെട്ടെന്ന് പോവാം, പറഞ്ഞിരിക്കാൻ സമയമില്ല. ചേട്ടാ അതൊക്കെ സിമ്പിൾ പരിപാടി, ഞാൻ അതൊക്കെ ഡീൽ ചെയ്ത് തരാന്ന്. ആ നീ കുറെ ഡീൽ ചെയ്യും. നീ ഒരു 2000 ബഡ്സാ. എന്ത് 2000 ബഡ്സ്? 2000 ബക്സാ? നീ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചായിരുന്നു. എന്റെ ഒരു 5000 ബക്സ് വാങ്ങിച്ചായിരുന്നല്ലോ. എന്റെ പൊന്നെ അനിയ കുഞ്ഞ്, ഇതിനൊക്കെ ഭയങ്കര പൈസ ചെലവുണ്ട്. നീ പറയുന്ന കണക്കൊന്നല്ല. നീ ഒരു 2000 എടുത്തിട്ട് 2000 ഉണ്ടോന്നൊന്നും അറിയില്ല. എടാ അതും നീ ഐഡിയ എന്തോരം പറ. നീ ബാത്റൂമിലോട്ട് ബാത്റൂമിലോട്ടോ? ബാത്റൂമിലോട്ട്. നീ എന്ത് ചുമ്മാ ഈ തമാശ കളിക്കുന്ന ഈ സമയത്ത്? നിന്നെ പീഡിപ്പിക്കാനൊന്നും നീ ബാത്റൂമിലോട്ട്, ഞാൻ എന്ത് പറഞ്ഞാ? ബാത്റൂമിൽ കയറേണ്ട കാര്യം എന്താ? എടാ കേറടാ. ഐഡിയ വേണം. ഐഡിയ വേണം. എന്നാ കേറ്. കേറാ. നീ എന്തുവായി കാണിക്കുന്ന എന്റെ പൊന്നോ? ഐഡിയ ഞാൻ പറഞ്ഞു തരാടാ. പ്രതീക്ഷണ്ണ, പ്രതീക്ഷണ്ണ, ആ സുരഭി, അണ്ണ കുളിക്കണ? ഞാനേ ഒന്ന് കുളിക്കാൻ കയറിയതായിരുന്നേ. എത്ര നേരം കൊണ്ട് ഞാൻ ഇതും വെച്ചോണ്ടിരിക്കണ? ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അല്ലേ? ആ അതെ, ഞാനേ കുളിച്ചു കഴിയാൻ ഒരു 2-2.5 മണിക്കൂർ എടുക്കുമായിരിക്കും. അപ്പൊ ഞാനേ കുളിച്ചു കഴിഞ്ഞ് വന്നിട്ട് എടുത്ത് കഴിച്ചോളാം. അണ്ണൻ കുളിച്ചിട്ട് വാ, ആ നേരം ഞാൻ ഇവിടെ ഇരിക്കാമേ. അല്ല സുരഭി, ഞാനേ കുളിച്ചു കഴിഞ്ഞ ഒരു 2-2.5 മണിക്കൂർ എടുക്കുന്ന ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എണ്ണ തേച്ചിട്ടാണേ കുളിക്കുന്നേ. അല്ല അണ്ണ, എനിക്കിത് അണ്ണനും വായിൽ വെച്ച് തരണമെന്ന് ഭയങ്കര ആഗ്രഹം. അതല്ലേ ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത്. സുരഭി, ഓ വാരിത്തരുന്നതിനേലും നല്ലതേ കൈകൊണ്ട് ഉണ്ടാക്കി ഭക്ഷണം എനിക്ക് തരുന്നതല്ലേ. അതാവുമ്പോ എനിക്ക് ആസ്വദിച്ച് കഴിക്കാമല്ലോ, അതും ഒറ്റയ്ക്കിരുന്ന്. അതല്ലേ നല്ലത്. അണ്ണാ, അണ്ണാ, അണ്ണ എന്തിനാ എപ്പോഴും എന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറാത്തത്? ഗതി കെട്ടാനല്ലേ സുരഭി പുലിക്ക് പുല്ല് തിന്നാൻ പറ്റത്തുള്ളൂ. പുല്ല? ഏത് പുല്ലും പുലിയും? അല്ല, സുരഭിയുടെ ഡാഡി ഒരു പുലിയാന്ന് പറഞ്ഞതാ. അച്ഛനാ? അച്ഛൻ. അന്നെന്തായാലും പോയി കുളിച്ചിട്ട് വാട്ടാ. ഞാൻ ഇത് ഇവിടെ വെച്ചിരിക്കാം, എന്നിട്ട് വന്നെടുത്ത് തിന്നേ കേട്ടാ. ഓ ഇവിടെ വെച്ചിട്ടുണ്ടേ കേട്ടാ. കേട്ടു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഐഡിയ കൊള്ളാം, ഓക്കെ ആയി. എടാ പക്ഷേ ഇതൊക്കെ താൽക്കാലിക പരിപാടിയല്ലേ. അവള് ഇപ്പൊ അടുത്ത വള്ളിക്കെട്ട് പിടിച്ച് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരും. 1500 ഗുണയ്ക്ക് ഇത്ര താൽക്കാലിക പരിപാടിയൊക്കെ പറ്റൂ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു 1.5 ലക്ഷം രൂപ വലിച്ചെന്റെ മുഖത്തോടും കയറി, ബാക്കി കാര്യം ഡീൽ ചെയ്ത് തരാം. 1.5 ലക്ഷം രൂപയോ? നീ എന്ത് വർത്തമാനാണോ പറയുന്നത്? ആണെങ്കിൽ മതി, ഞാൻ ആദ്യത്തെ കഴിക്കട്ടെ. ഇത് കഴിക്കാൻ പോകണോ? എടാ ഇത് അവളെ രാവിലെ തൊട്ട് പുറത്തെടുത്ത് വെച്ചേക്കുന്ന ഭക്ഷണം കേട്ടോ. കഴിക്കണം. എടാ ഇതിന്ന് എങ്ങനെയാണോ ഒന്ന് ഊരുക? അതിപ്പോ എങ്ങനെയല്ലേ ഞാൻ ഇറക്കുന്ന വെള്ളം എടുത്ത് തരൂ.